ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഡിയർ വൈഷ്ണവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നേരത്തെ കാണിച്ച ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ആക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇനാമൽ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനാമൽ പെയിൻറ് മാത്രമല്ല, ഫസ്റ്റ് കോട്ട് മാത്രം ഇനാമൽ പെയിൻറ് അടിക്കുന്നുള്ളൂ. അതിൽ പെയിൻറ് ഇത്തിരി ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറ് ഫാബ്രിക് പെയിൻറ്റും കൂടി അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം പെയിൻറ് അടിച്ച് കുട്ടപ്പനാക്കിയ ശേഷം മുറ്റത്ത് കാണുന്ന എന്തെങ്കിലും അല്ല, ഞാനിവിടെ മഹാഗണീൻ്റെ ഇലയാണ് എടുത്തത്. അതിൽ ഇതുപോലെ പെയിൻറ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം വെള്ള കളർ ഇതുപോലെ എല്ലാ ഭാഗത്തായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. അത് പ്ലേറ്റിൽ ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കുക. പെയിൻറ് അടിച്ച ശേഷം താളം ചവിട്ടി നിന്നാൽ പെയിൻറ് അതിൽ ഉണങ്ങി പിടിക്കും. അപ്പം പ്ലേറ്റിൽ ശരിക്കായിട്ട് ആവില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ അതിൽ ശരിക്കും പെയിൻറ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടാമതും ഞാൻ വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇലയുടെ ആ കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് അതിൽ പതിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം രണ്ടാം വട്ടം വെള്ളം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഒരു ഷോർട്സ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ അതെങ്കിലും പോയിട്ട് കാണാം. വൈറ്റ് കളർ കൊടുത്ത ഇലയിൽ തന്നെ ഞാൻ ഒരു റോസ് കളർ അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പിങ്കായിട്ട് ലൈറ്റ് പിങ്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ രണ്ടാമതായിട്ട് പതിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സ്കൈ ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. കൈ വെച്ചിട്ടല്ല, ഇത് ബ്രഷ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടി. ഒറ്റ പ്രാവശ്യം തന്നെ വെച്ചപ്പം തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഒരു ലൈറ്റ് ഗ്രീനാണ് കൊടുക്കുന്നത്. ഇതിൽ ഇലയുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ രണ്ട് കളറിനേക്കാളും ഭംഗിയും വൃത്തിയുള്ളത് ആ ബ്ലൂവിനും ഗ്രീനിനായിട്ട് എനിക്ക് തോന്നി. അത് ബ്രഷ് വെച്ച് കൊടുത്തുകൊണ്ടാണ് തോന്നുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടും വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രീനിൻ്റെ അപ്പുറത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ഈ സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തേതായിട്ട് ആ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും എഴുത്തും കാര്യങ്ങളും എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതുന്നു. ഞാൻ അതിനായിട്ട് ഹോം എന്നുള്ള വേർഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കാർബൺ പേപ്പർ വെച്ച ശേഷം നമ്മളിത് എഴുതിയ പേപ്പർ അതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് പെൻസിലോ പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി അമർത്തി എഴുതി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കാർബൺ പേപ്പറിൻ്റെ ഏത് പൊസിഷനാണ് റൈറ്റ് ആയിട്ടുള്ളത് ആ ഭാഗം തന്നെ താഴത്തായിട്ട് വരാൻ നോക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നൊക്കെ അറിയാം, എന്നാലും ഞാനൊന്നുകൂടി പറഞ്ഞെന്നുള്ളൂ. ചിലപ്പോൾ ഈ കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് പണി കിട്ടാറുണ്ട്. ഈ ഹോമിനൊന്ന് പെയിൻറ് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പെയിൻറ് കൊടുക്കാനായിട്ട് ഞാനിവിടെ പോയിന്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പതുക്കെ ചെയ്ത് കൊടുക്കാം. വീഡിയോ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നതെങ്കിലും പതുക്കെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തിക്കും ഇതും പതുക്കെ അല്ലേന്ന്, അപ്പം ഇതിലും പതുക്കെയാണ് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കാലമായി ബ്രഷൊക്കെ കൈകൊണ്ട് തൊട്ടിട്ട്, അതുകൊണ്ട് ചെറുതായിട്ടൊരു വിറയലൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പെയിൻറ് എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ ഇവിടെ വെച്ച് നിന്ന് പോയിട്ടുണ്ടായിരുന്നു, സ്റ്റോറേജ് കൂടിയിട്ട്. പക്ഷേ ഞാൻ ഈ എഡിറ്റിംഗ് സമയത്താണ് അറിഞ്ഞത്. അതുകൊണ്ട് ആ ഭാഗം അത്രയേ ഉള്ളൂ. പിന്നെ പെയിൻറ് പണിയൊക്കെ ചെയ്താൽ കൈയൊക്കെ നലങ്കോലാവുമല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ പഴയ പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം പോരാളിയുടെ നല്ല വാക്കൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.